വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 27 45 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ മരണം. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലമാ സബക്താനി, അതായത് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? അടുത്തു നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ടിട്ട് പറഞ്ഞു, അവൻ ഏലിയായെ വിളിക്കുന്നു. ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്തു, വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ. യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. അവന്റെ പുനരുദ്ധാനത്തിനു ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവന് ശുശ്രൂഷ ചെയ്തിരുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അക്കൂട്ടത്തിൽ മഗ്ദലേന മറിയവും യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മയായ മറിയവും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. യേശുവിന്റെ കുരിശിലെ ആത്മബലി. കുരിശിലെ തന്റെ ആത്മബലിക്കായി ദുസ്സഹമായ വേദന സഹിച്ചുകൊണ്ട് യേശു കുരിശിൽ കിടക്കുന്നു. മത്തായി പ്രത്യേകമായി പറയുന്നു അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെപ്പറ്റി. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ അന്ധകാരമായി ആയിരുന്നു എന്ന്. നമ്മുടെ സമയവിവരമനുസരിച്ച് അത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയമായിട്ട് വേണം നാം അതിനെ മനസ്സിലാക്കാൻ. ആ സമയത്ത് അന്തരീക്ഷത്തിൽ എന്തോ ഒരു പ്രത്യേക ഗ്രഹണം എന്ന രീതിയിൽ സംഭവിക്കുന്നു. ഈ ഗ്രഹണം ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ മനസ്സിലേക്കും കടന്നുകൂടി എന്ന് ധരിക്കത്തക്ക വിധത്തിൽ യേശു വിലപിക്കുന്നു. ദൈവം പോലും തന്നെ കൈവടിഞ്ഞു എന്നുള്ള ചിന്ത യേശുവിൽ ഒരു നിമിഷം രൂപപ്പെടുന്നു. അതും യേശുവിന്റെ മനസ്സിനെ ബാധിച്ച അന്ധകാരമായിരുന്നു. എന്നാൽ ക്ഷണനേരം കൊണ്ട് ആ അന്ധകാരം മാറി പ്രത്യാശയുടെ കിരണങ്ങൾ യേശുവിന്റെ മനസ്സിൽ ഉദിക്കുന്നു. യേശു തന്റെ പിതാവായ ദൈവത്തെ വിളിച്ചുകൊണ്ട് തന്റെ ആത്മാവിനെ പിതാവിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് മരണം വരിക്കും. യേശുവിന്റെ കുരിശിലുള്ള മരണത്തിനോടനുബന്ധിച്ച് പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായിട്ടാണ് മത്തായി പറഞ്ഞു തരുന്നത്. ഭൂകമ്പം പോലും പെട്ടെന്നുണ്ടാകുന്നു. ആളുകൾ പരിഭ്രാന്തിപ്പെടുന്നു. പലരും ഈ മരിച്ച ആൾ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ പല സമ്മിശ്ര വികാരങ്ങൾ. യേശുവിന്റെ ദാരുണമായ മരണം മനസ്സിലുണ്ടാക്കിയ അതീവ ദുഃഖം ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വന്തം അമ്മയും ഏതാനും ഭക്തസ്ത്രീകളും കുരിശിന്റെ സമീപം നിൽക്കുന്നു. എന്നാൽ മത്തായിയുടെ വിവരണമനുസരിച്ച് യേശു കുരിശിൽ കിടന്നുകൊണ്ട് മരണത്തിന് മുമ്പ് ഉള്ള ആ ഒരുക്കങ്ങളും ആ നീണ്ട മണിക്കൂറുകളെയും സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങൾ നമുക്ക് കാണാനാകുന്നില്ല. അവ ദൃക്സാക്ഷി കൂടെയായിരുന്ന വിശുദ്ധ യോഹന്നാന്റെ വിവരണത്തിൽ വളരെ വിശദമായിട്ട് നാം കാണുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യാസം നാം മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.